നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ ജീലാനി തങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ അറിയുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനവറുകൾ നമുക്കറിയാമല്ലോ. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത അല്ലാഹു ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് കറാമത്തുകൾ കാണിച്ചവരാണല്ലോ. ചെറുപ്രായത്തിൽ തന്നെ പ്രിയപ്പെട്ട ഉപ്പയുടെ മരണം കാരണം ഉമ്മയുടെ പിതാവ് അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംരക്ഷണത്തിലൂടെയാണ് മഹാനവറുകൾ വളരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മതഭക്തയായ മാതാവിന്റെ ശിക്ഷണത്തിൽ ഉന്നതമായ സ്വഭാവ വൈശിഷ്ട്യത്തിൽ വളരാൻ മഹാനവറുകൾക്ക് സാധിച്ചില്ലേ? അതല്ലേ മുഹീദ്ദീൻ മാലയിൽ പറയുന്നത്, അല്ലാ തിരുഫേരും സ്തുതിയും സ്വലാവത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ യഗൽ അരുളാലേ ആയ മുഹമ്മദ് കീഴാണോവർ കളവ് പറയല്ലെന്ന് ഉമ്മ ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ മഹാനവറുകൾ വൈജ്ഞാനിക രംഗത്ത് ഉന്നത പഠനത്തിനായി തന്റെ പ്രിയപ്പെട്ട ഉമ്മ ചെറുപ്രായത്തിൽ തന്നെയതാ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉന്നത പഠനത്തിനായി ബാഗ്ദാദിലേക്ക് പറഞ്ഞയക്കുകയാ. ബാഗ്ദാദിലേക്ക് നല്ല ഉന്നത പഠനത്തിനായി പ്രിയപ്പെട്ട മകനെ പറഞ്ഞേക്കുമ്പോ 40 ദീനാർ കയ്യിൽ കൊടുത്തിട്ട് 40 ദീനാർ കയ്യിൽ കൊടുത്തിട്ട് യാത്രയാക്കിയിട്ട് വഴിമധ്യേ വെച്ച് കൊള്ളസംഘമാ 40 ദീനാർ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവം ചരിത്ര പ്രസിദ്ധമാണല്ലോ, അല്ലേ? നമുക്കറിയാമല്ലോ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്രായത്തിൽ അതാ പഠനത്തിന് വേണ്ടി പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മയതാ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സഞ്ചിയിൽ 40 ദീനാർ ഇട്ടിട്ട് ആ 40 ദീനാർ ഒരു സഞ്ചിയിലാക്കിയിട്ട് മകന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് തുന്നി പിടിപ്പിച്ച് ചേർക്കുകയാ. ആ വസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് തുന്നി പിടിപ്പിച്ചിട്ട് അതാ പ്രിയപ്പെട്ട പൊന്നുമോനെ ബാഗ്ദാദിലേക്കുള്ള യാത്രാ സംഘത്തിനൊപ്പം കച്ചവട സംഘത്തിനൊപ്പം യാത്രയാക്കുകയാ. പ്രിയപ്പെട്ട പൊന്നുമോനെ യാത്രയാക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോനെ കച്ചവട സംഘത്തിനൊപ്പം യാത്രയാക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ പൊന്നുമോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, കളവ് പറയല്ലെന്ന് ഉമ്മ ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാ പ്രിയപ്പെട്ട ഉമ്മയതാ മകനോട് വസിയത്ത് കൊടുക്കുകയാ. മോനെ, എന്ത് സംഭവിച്ചാലും എത്ര വലിയ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും മോനെ നീ തളരരുത്, മോനെ നീ പതറരുത്. എത്ര വലിയ പ്രതിസന്ധികൾ നീ നേരിട്ടാലും, എത്ര വലിയ അപകടം നീ മുന്നിൽ കണ്ടാലും, എത്ര വലിയ ശത്രുക്കളെ കണ്ടാലും നീ സത്യം മാത്രമേ പറയാകൂ. ഒരിക്കലും തന്നെ നുണ പറഞ്ഞു പോകല്ലേ പൊന്നുമോനെ, ഒരിക്കലും നുണ പറയരുത്. ആ നുണ പറയുന്നത് സത്യവിശ്വാസികളുടെ സ്വഭാവമല്ല. നുണ പറയുന്നത് സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ല. അത് മുനാഫിഖിന്റെ സ്വഭാവമാണ്, അത് മുനാഫിഖിന്റെ സ്വഭാവമാ. അതുകൊണ്ട് മോനെ, നീ നുണ പറയരുത്, കളവ് പറയരുതെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട പൊന്നുമോനെ യാത്രയാക്കുമ്പോ
പൊന്നുമോൻക്ക് 40 ദീനാറും കൊടുത്ത് ബാഗ്ദാദിലേക്കുള്ള കച്ചവട സംഘത്തിനൊപ്പം പ്രിയപ്പെട്ട പൊന്നുമോനെ യാത്രയാക്കുമ്പോ അതാ വഴിമധ്യേ വെച്ച് കൊള്ള സംഘത്തെ കാണുകയാ. കൊള്ള സംഘം അതാ ആ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ, ആ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം നടത്തിയതിനു ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ ആ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം നടത്തിയിട്ട് അവസാനം ഈ പൊന്നുമോന്റെ അരികിലേക്കും കൊള്ള സംഘത്തിൽ നിന്ന് ഒരാൾ കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരൻ വരികയാ. കൊള്ള സംഘത്തിൽ നിന്ന് ഒരാൾ വന്ന് ചോദിക്കുകയാ പൊന്നുമോനോട്. എന്താ ചോദിക്കുന്നതെന്നറിയോ? മോനെ, ഇനി നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? യാത്രാ സംഘത്തിന്റെ എല്ലാവരുടെ കയ്യിൽ നിന്നും വിലപിടിപ്പുള്ള സാധനങ്ങൾ, വസ്തുക്കളെല്ലാം ഒട്ടിച്ചവസാനം കൊച്ചുകുട്ടിയായ ജീലാനി തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാ, ഇനി നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? കൊള്ള സംഘക്കാര് ചോദിക്കുമ്പോ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ആ പൊന്നുമോന് പറഞ്ഞുവത്രേ, അതെ എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. എനിക്ക് എന്റെ ഉമ്മ തന്ന എന്റെ യാത്രാ ചെലവിന് വേണ്ടി, എന്റെ പഠനത്തിന്റെ എല്ലാവിധ ചെലവുകൾക്കും വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് തന്ന 40 ദീനാർ എന്റെ അരികിലുണ്ട്. ഇത് പറഞ്ഞപ്പോ ആ കൊള്ള സംഘത്തിൽ ആ ചെറുപ്പക്കാരനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ അടുത്ത് 40 ദീനാറോ, നിന്റെ അരിക്കൽ 40 ദീനാറോ? ആ ചെറുപ്പക്കാരനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ആ കൊച്ചുകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയാ കൊള്ള സംഘത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ, ഏറ്റവും ഉയർന്ന നേതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാ. ഏറ്റവും ഉയർന്ന നേതാവിന്റെ ഏറ്റവും വലിയ കൊണ്ടുപോയി അവസാനം ആ നേതാവും ചോദിച്ചുവത്രേ, നിന്റെ കയ്യിൽ 40 ദീനാറുണ്ടെന്ന് നീ പറയുന്നത് ശരിയാണോ? നീ പറയുന്നത് സത്യമാണോ? നിന്റെ കയ്യിൽ 40 ദീനാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് മഹാനായ ഔസുൽ ആലം തങ്ങൾ പറയുകയാ, അതെ എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്, എനിക്ക് എന്റെ ഉമ്മ തന്നതാ 40 ദീനാറുണ്ടെന്ന് പറയുമ്പോ എവിടെ എന്ന് ചോദിക്കുമ്പോ വിശ്വാസം വരുന്നില്ല കൊള്ള സംഘക്കാർക്ക്. കാരണം ഈ ചെറിയൊരു കുട്ടിയുടെ കയ്യിൽ 40 ദീനാറോ? എന്താണ് ഈ കുട്ടി പറയുന്നത്? അന്നൊക്കെ 40 ദീനാർ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാ. അവസാന കൊള്ള സംഘത്തിന്റെ നേതാവ് 40 ദീനാർ പുറത്തേക്ക് എടുക്കാൻ പറയുമ്പോ അതാ ആ കൊച്ചുകുട്ടി, ആ പൊന്നുമോൻ 40 ദീനാർ എടുത്ത് കാണിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരിമാരെ, 40 ദീനാർ കണ്ടപ്പോ കൊള്ള സംഘത്തിന്റെ നേതാവ് വല്ലാതെ കോരിത്തരിച്ചു പോവുകയാ, വല്ലാതെ പ്രകമ്പനം കൊള്ളുകയാ, വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഈ കാണുന്നത്? ആ സമയത്ത് ആ കൊള്ള സംഘത്തിന്റെ നേതാവ് തന്നെ ചോദിച്ചു അത്രേ, മോനെ നീ എന്താണിത് ഇത്ര സത്യസന്ധമായി തുറന്നു പറയാൻ കാരണം എന്താ? സാധാരണ കുട്ടികളൊന്നും ഇങ്ങനെ സത്യം പറയാറില്ല. അവരൊക്കെ പൈസ കയ്യിലുണ്ടെങ്കിൽ കൊള്ള സംഘത്തെ കാണുമ്പോ അവരാ പൈസ മറച്ചു വെച്ച് ഇല്ല ഒന്നുമില്ല, എന്റെ അടുക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് രക്ഷപ്പെടലാണ് സാധാരണ കുട്ടികളുടെ പതിവ്. ഈ മോനതാ സത്യം പറഞ്ഞപ്പോ, ഈ പൊന്നുമോന് സത്യം പറഞ്ഞപ്പോ കൊള്ള സംഘത്തിന്റെ നേതാവ് വല്ലാത്ത ആശ്ചര്യത്തോടെ നിൽക്കുമ്പോ, എന്തുകൊണ്ടാണ് നീ ഇതൊക്കെ തുറന്നു പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ ബാഗ്ദാദിലേക്ക് പറഞ്ഞേക്കുമ്പോ എനിക്ക് എന്റെ ഉമ്മ തന്നൊരു വസിയത്തുണ്ട്. എത്ര വലിയ അപകടം മുന്നിൽ കണ്ടാലും, ശത്രുക്കളാരെ തന്നെ കണ്ടാലും ആ സമയത്തെല്ലാം സത്യം മാത്രമേ പറയാകൂ. ഒരിക്കലും തന്നെ നുണ പറയരുതെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോ ഈ പൊന്നുമോന്റെ നിഷ്കളങ്ക ഹൃദയം കണ്ടപ്പോ, ഈ പൊന്നുമോന്റെ സത്യസന്ധത കണ്ടപ്പോ
സഹോദരങ്ങളെ സഹോദരിമാരെ, ആ സമയത്ത് കൊള്ള സംഘത്തിന്റെ നേതാവിന്റെ ഹൃദയത്തിന് മാറ്റം വരികയാ, മാനസാന്തരം വരികയാ, അതാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഈ കൊച്ചുകുട്ടിയുടെ സത്യസന്ധത കണ്ട് ആ കൊള്ള സംഘത്തിന്റെ നേതാവരെ അക്രമമാർഗം വിട്ട് ഇസ്ലാമിന്റെ പാതയിലോട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീലാനി തങ്ങൾ മഹാനവറുകൾ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചവരാ, ഒരുപാട് കറാമത്തുകൾ കാണിച്ചവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഇങ്ങനെ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്തും അമ്മാക്കി തരട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഇന്ന് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എത്ര ആളുകളാ കള്ളു കുടിച്ച് കൂത്താടി പരിസരബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളാ ഈ ആധുനിക കാലഘട്ടത്തിലുള്ളത് എന്ന് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്, ഈ ആയുസ് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാ. ഈ ആയുസ് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാ. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് തന്ന ഈ ആയുസ്സിൽ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കണ്ട, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കണ്ട. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, എപ്പോഴാണ് ഈ ലോകത്തോട് വിട പറയുന്നതെന്നറിയില്ല. എന്തായാലും ഒരു ദിവസം ഞാനും നിങ്ങളും ആരാരുമില്ലാത്ത ആറടി മണ്ണിനുള്ളിൽ പോയി കിടക്കേണ്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഖിബത്ത് നന്നാകണ്ടേ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണ്ടേ, മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കണ്ടേ. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ തഖ്വ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഖ്വയില്ലാതെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ആഖിബത്ത് നന്നാവുക? പിന്നെ എങ്ങനെയാണ് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുക? പിന്നെ എങ്ങനെയാണ് അല്ലാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുക? സഹോദരാ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ റോൾ മോഡൽ സിനിമാ നടന്മാരല്ല, സിനിമാ നടികളല്ല. നമ്മുടെ റോൾ മോഡൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെയുള്ള മഹാരഥന്മാരാണ് നമുക്ക് മാതൃക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിലൂടെ എത്ര സ്ഥലത്ത് കൂടെയാണ് അല്ലാഹു ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത്. അല്ലാഹു പറയുകയാ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അങ്ങ് അത്യുത്കൃഷ്ടമായ സ്വഭാവ മഹിമയിലാണ് നബിയേ. അല്ലാഹു പറയുകയാ, ഇന്നാ അഅതൈനാകൽ കൗസർ, അങ്ങേക്ക് നാം ഹൗലുൽ കൗസറിനെ നൽകിയില്ലയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം?
അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിലൂടെ പറയുകയാ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാ തന്റെ ദാസനെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്റെ ദാസനെ രാത്രിയിൽ സഞ്ചരിപ്പിച്ചവൻ എത്ര പരിശുദ്ധനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ കുടുംബത്തിന്റെ നേതാവ്, ആകാശഗോളങ്ങൾ മുഴുവനും ചുറ്റി സഞ്ചരിച്ചു വന്ന നേതാവ്. അത്ഭുതകരമേ ഈ മഹത്വം, അതിശയകരമേ ഈ പവിത്രത, ഇത് ഈ ലോകത്ത് ഇന്നോളം ഒരാൾക്കും വരാത്തതും ലഭിക്കാത്തതുമായ ഒരു രാത്രിയുടെ ഒരു ചെറിയ അംശം കൊണ്ട് സൗരയൂഥങ്ങൾ, കാരാപദങ്ങൾ, ഉൽക്കകൾ, കൊള്ളികൾ, നക്ഷത്രങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾക്കിടയിലൂടെ ഹൂറുലീങ്ങൾ വരി വരിയായി അണിചേർന്ന് നിന്നുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ മലായികത്ത് നിന്നു. കാണട്ടെ ഈ ലോക നേതാവിനെ ഒന്ന് കാണട്ടെ, അവിടുത്തെ തിരുമുഖമൊന്ന് ദർശിക്കട്ടെ, ആ പുണ്യ നേതാവിന്റെ മുഖമൊന്ന് കാണട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ മലായികത്തിന്റെ അകമ്പടിയോടുകൂടെ കടന്നു വരുമ്പോ ആകാശഗോളങ്ങളിൽ മുഴുവൻ അന്നു രാത്രി പെരുന്നാളാണ്. ഇത് മുത്തുനബിയുടെ ആഗമനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കാണട്ടെ നബിയേ, ഒന്ന് നിൽക്കുമോ നബിയേ, അങ്ങയുടെ മുഖം ഒന്ന് കാണട്ടെ പ്രവാചകരെ, വിമോചകരെ. 23 വർഷത്തെ നുബുവത്ത് കൊണ്ട്, 63 വർഷത്തൊരായുസ് കൊണ്ട്, ഒരു ചെറിയ ആയുസ് കൊണ്ട് ഈ ലോകത്തെ മാറ്റിപ്പണിത വിപ്ലവകാരിയെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യേ മേരെ शाह ज़मन सबसे गुंबज़ खमके मेरे दुनिया मेरे दीन अब कोई और नहीं. കാലങ്ങളുടെ നേതാവായ എന്റെ പരിശുദ്ധ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. दिल को इतनी आहियती अब हमारे करीम, आपका दर बेहुदा नस्काह अर्श बरी, अर्श इंशाह कसर अग जुगता है यही, बंदे ये हाथ नशी निर्हुदाई की अमीन. സകല ദൈവികമായ അധ്യാപനങ്ങളുടെയും കാവൽക്കാരൻ, ഏറ്റവും വിനീതനായ ദൈവദാസനും അങ്ങ് തന്നെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മേരെ ഹസ്തി മേരെ മസി മേരെ ഈമാൻ തുമി, മേരെ കശ്തി മേരെ ദരിയ മേരെ തൂഫാൻ തുമി. മേരെ ഹസ്തി മേരെ മസ്തി മേരെ ഈമാൻ തുമി, मेरे कश्ती मेरे दरिया मेरे तूफान तुमी. എന്റെ ലഹരിയും അസ്തിത്വവും അങ്ങ് തന്നെ, എന്റെ വിശ്വാസവും അങ്ങ് തന്നെ, എന്റെ കടലും കപ്പലും കൊടുങ്കാറ്റും അങ്ങ് തന്നെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ये मेरे शाह ज़मन सबसे गुंबज़ खमके मेरे दुनिया मेरे दीन अब कोई और नहीं. मेरे हस्ती मेरे मस्ती मेरे ईमान तुम्हें, मेरे कश्ती मेरे दरिया मेरे तूफान तुम्हें. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇത് അസാധാരണത്വമുള്ള സദസ്സാണ്.
ഇവിടെ സംസാരിക്കുന്നവന് മാത്രമല്ല പങ്കാളിത്തം, കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും പങ്കാളിത്തമാണ്. ഓരോരുത്തർക്കും പങ്കുണ്ട്, ഓരോരുത്തർക്കും പുണ്യമുണ്ട്. ഓരോ അസ്വസ്ഥമായ ലോകത്തിനാകെ അത് ആശ്വാസവും പ്രകാശവും പ്രദാനം ചെയ്തു. നിസ്സംശയം അവിടുന്ന് മുഴുവൻ ലോകത്തിന്റെയും ആത്മീയ ചക്രവർത്തിയാണ്. അവിടുത്തെ അധ്യാപനങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ. ദൈവത്തിന്റെ അതിശുദ്ധത്തെ സംബന്ധിച്ച് ഇത്ര സൂക്ഷ്മവും സമഗ്രവുമായ ഒരു സന്ദേശം ദൈവദാസന്മാർക്ക് മറ്റാരും എത്തിച്ചു കൊടുത്തിട്ടില്ലെന്ന് മഹാത്മാഗാന്ധിജി പറയുമ്പോൾ ഉള്ളു തുറന്ന് മദ്ഹ് പറയാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാനും കേൾക്കാനും, അതുപോലെ തന്നെ ജീലാനി തങ്ങളുടെ മദ്ഹ് പറയാനും കേൾക്കാനും അനുഭവപ്പെടാനുമാണ് പ്രിയപ്പെട്ടവരെ സദസ്സും ഈ നിമിഷവും ഈ മുഹൂർത്തവും. അതുകൊണ്ടൊരു സ്വലാത്തിന് കിട്ടുന്ന ഒരവസരവും പാടാക്കാതിരിക്കാൻ. ഹേ യാ ഖുശി ഹേ തൂ മേരി ജിന്ദഗി ഹേ തൂ, ഗം ഹേ യാ ഖുശി ഹേ തൂ മേരി ജിന്ദഗി ഹേ തൂ. എന്റെ സന്തോഷവും അങ്ങാണ് നബിയേ, എന്റെ സന്തോഷവും സന്താപവും അങ്ങാണ് നബിയേ. എന്റെ സന്തോഷവും സന്താപവും എന്റെ ജീവിതവും അങ്ങാണ് നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മേ ഖസാം കി ശാം ഹോ, മേ ഖസാം കി ശാം ഹോ. ഞാനൊരു ഹേമന്ത സന്ധ്യ പോലെ, ഞാനൊരു ഇലകുളിഞ്ഞ മരം പോലെ, ഞാനൊരു ശൂന്യമായൊരു വൃക്ഷം പോലെ. कत झुके जिंद रब्तों के पत्ते, फिर कहाँ उनके साये हुए हैं. कत झुके जिंद रब्तों के पत्ते, फिर कहाँ उनके साये हुए हैं. ഇല കൊടിഞ്ഞൊരു മരത്തിന് എങ്ങനെയാണ് തണൽ നൽകാൻ കഴിയുക? മൂല്യങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, ധർമ്മബോധം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, സ്വന്തം കാമുകന് വേണ്ടി ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന, സ്വന്തം ഭർത്താവിനെ കടുത്തറത്ത് കൊല്ലുന്ന, നീതിബോധം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തില് ഞാനൊരു ഹേമന്ത സന്ധ്യ പോലെയാണെങ്കില്, ഞാനൊരു ഹേമന്ത സന്ധ്യ പോലെയാണെങ്കില് വസന്തമാണ് അങ്ങ് നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. आफ़तों के दौर में, आफ़तों के दौर में ചേൽ की गड़ी है तू. ആപത്തുകളുടെ ഈ കാലത്ത്, ആപത്തുകളുടെയും ദുരന്തങ്ങളുടെയും ദുരിതങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഈ കാലത്ത്, അക്രമങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആശ്വാസത്തിന്റെ നിമിഷമല്ലയോ അങ്ങ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു പ്രഭാഷണത്തിന്റെ സന്ദർഭമല്ല, ഇത് പ്രാർത്ഥനയുടെ സന്ദർഭം, ഇത് ഭക്തിയുടെ സന്ദർഭം, ഇത് ഹൃദയത്തിൽ വസന്തം വിരിയുന്ന സന്ദർഭം, ഇത് മന്ദമാരുതൻ സുഗന്ധമായി വന്നെത്തുന്ന സന്ദർഭം, ഇത് വിപ്ലവമന്ത്രം പകർന്നേകുന്ന സന്ദർഭം, ഇത് ആത്മാവിന്റെ നാശ്വാരന്ധ്രങ്ങളെ എന്നെന്നും ഉണർത്തുന്ന സന്ദർഭം, ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന സന്ദർഭം, ഇത് നീതിയുടെ മുഹൂർത്തം, ഇത് കാരുണ്യത്തിന്റെ മുഹൂർത്തം, ഇത് ലാളിത്യത്തിന്റെ മുഹൂർത്തം. അതുകൊണ്ട് സ്വലാത്ത് ഉറക്കെ മുടങ്ങട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. मैं तो ओ नहीं रहा, मैं तो ओ नहीं रहा. നബിയേ, അങ്ങയെപ്പോലെ ഞങ്ങൾക്കാകാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയാകാൻ ഞങ്ങൾക്കൊട്ട് കഴിയുകയുമില്ല. അങ്ങനെയാകാൻ കഴിയാത്തതെന്തോ
ആ ഒരു മാതൃകയല്ലയോ അങ്ങ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? പുരുഷന്റെ പൂർണ്ണത പോലെ, മനുഷ്യന്റെ സമഗ്രത പോലെ, അവസാനിക്കാത്ത കഥാകഥനം പോലെ, തീരാത്ത സ്നേഹപ്രവാഹം പോലെ ആ ഉന്നത മഹത്വത്തെ സാക്ഷാത്കരിക്കാൻ ഞങ്ങളെ കൊണ്ടാകില്ലെന്നത് കൊണ്ടും അങ്ങേ പോലെ ഞങ്ങൾക്കാകാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ആകാനൊട്ട് കഴിയുകയുമില്ല. ആ ഉത്തമമായ മാതൃകയല്ലയോ അങ്ങ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതല്ലേ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ അത്യുത്തമമായ മാതൃകയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എത്രയെത്ര തെമ്മാടിത്തരങ്ങളാണ് വർദ്ധിച്ചു വരുന്നത്, എത്രയെത്ര തെമ്മാടിത്തരങ്ങളാണ്, പൈശാചിക സ്വഭാവമാണ് വർദ്ധിച്ചു വരുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തഖ്വയുണ്ടോ? ഇന്ന് പടച്ച റബ്ബിനെ കുറിച്ച് പേടിയുണ്ടോ? കത്തിക്കാളുന്ന നരകത്തെ നമുക്ക് പേടിയുണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു പോകാറുള്ളവരാണല്ലോ. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ഏകനായ റബ്ബിന്റെ മുന്നിൽ ജീവിതത്തിന്റെ സമാധാനം പറയാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, നിനക്ക് തന്ന ആയുസ് നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന സമ്പത്ത് നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന വിജ്ഞാനം നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന ശരീരത്തെ നീ എന്ത് ചെയ്തു എന്ന് അല്ലാഹു ചോദിക്കുന്ന വിചാരണയുടെ ദിവസമുണ്ടല്ലോ, ഹിസാബിന്റെ ദിവസമുണ്ടല്ലോ. ഈ തേവലക്കരയിൽ ഈ പാതിരാ സമയത്ത് ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിസാബിന്റെ ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിസാബിന്റെ ദിവസം വല്ലാത്ത ഭയാനകരം തന്നെയാ. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിന് 50,000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറ. ഒരു ദിവസത്തിന് 50,000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറ. ഇത് ഈ ജാബിർ അല്ല പറയുന്നത്, ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. സൂറത്തുൽ മാരിജ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അല്ലാഹു പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ ആ സംഭവം വളരെ വിശാലമായി തന്നെ പറയുന്നു. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിന് 50,000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറ. ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ താഴെ ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ തറയിൽ പേടിച്ചിരണ്ട് നിൽക്കുമ്പോ കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാ റബ്ബുക വൽ മലക്കു സഫ്ഫൻ സഫ്ഫാ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകളെല്ലാം സഫുകളായി നിൽക്കുകയാ. പേടിച്ചരണ്ട മാൻപേടയെ പോലെ, സിംഹക്കൂട്ടിൽപ്പെട്ട മാൻപേടയെ പോലെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുകയാ. നാല് ഭാഗത്തും, എല്ലാ ഭാഗത്തും മലക്കുകൾ ഇങ്ങനെ നമ്മളെ വലയം ചെയ്ത് നിൽക്കുകയാ. നാല് ഭാഗത്തും മലക്കുകൾ വലയം ചെയ്ത് നിൽക്കുകയാ. ഓടിപ്പോകാൻ സ്ഥലങ്ങളില്ല, ഓടി രക്ഷപ്പെടാൻ സ്ഥലമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ വജീഅ യൗമഇദിൻ ബിജഹന്നം
കത്തിക്കാളുന്ന നരകത്തെ മനുഷ്യൻ കാണുകയാ. സുബ്ഹാനല്ലാഹ്, കത്തിക്കാളുന്ന നരകത്തെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ അഹ്ലുകാർ, കത്തിക്കാളുന്ന നരകത്തിന്റെ അഹ്ലുകാരായ ആളുകൾ നരകത്തെ കാണുമ്പോ ആ സമയത്താണ് അല്ലാഹു തആല വിളിച്ചു പറയുകയാ. നരകത്തിലേക്കുള്ള നരകത്തിന്റെ അഹ്ലുകാരെ അല്ലാഹു ഇങ്ങനെ വിളിക്കുകയാ നരകത്തിലേക്ക്. എവിടെ? നിസ്കാരം ഉപേക്ഷിച്ചവരെവിടെ? കള്ളു കുടിച്ചവരെവിടെ? പലിശ വാങ്ങിയവരെവിടെ? ഈ ദുനിയാവിൽ ഹറാം ചെയ്ത് നടന്നവരെവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിളിച്ചു പറയുമ്പോ നരകത്തിന്റെ അഹ്ലുകാരെ നരകത്തിലേക്ക് വിളിക്കുമ്പോ ആ സമയത്താണല്ലേ പ്രിയപ്പെട്ട സഹോദരാ, കത്തിക്കാളുന്ന നരകത്തെ കാണുമ്പോ ആ സമയത്ത് മനുഷ്യന് ചിന്ത വരികയാ, മനുഷ്യന് ബോധം വരികയാ. പടച്ചവനെ, ദുനിയാവിൽ നല്ലതുപോലെ നല്ല രീതിയിൽ ഈമാനോട് ജീവിച്ചിരുന്നെങ്കിൽ ഈ കത്തിക്കാളുന്ന നരകത്തിൽ കടക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വരില്ലായിരുന്നല്ലോ അല്ലാഹ്. ആ സമയത്ത് മനുഷ്യൻ പറയുമ്പോ അള്ളാഹുവിനോട് മനുഷ്യൻ നിലവിളിച്ച് പറയുകയാണ്, അല്ലാ അല്ലാ അല്ലാ, പടച്ചവനെ ഈ അദാബിൽ നിന്നൊന്ന് രക്ഷിക്കുമോ തമ്പുരാനെ. മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, ഒരല്പസമയത്തേക്ക് എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നാൽ, ഒരല്പസമയം ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നാൽ ഞാൻ ഈമാനോട് ഇഖ്ലാസോട് തഖ്വയോടെ ജീവിച്ചു കൊള്ളാമല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമോ അല്ലാ. മനുഷ്യൻ ആ സമയത്താണ് ചിന്ത വരിക, ആ സമയത്താണ് ബോധമുണ്ടാകുന്നത്. സുഹൃത്തെ, നിനക്കെന്താണ് ചിന്ത വരുന്നത്? അന്നുള്ള ചിന്തക്കെന്ത് ഫലമാണുള്ളത്? സുഹൃത്തെ, നിനക്കെന്താണ് ചിന്ത വരുന്നത്? അന്നുള്ള ചിന്തക്കെന്ത് ഫലമാണുള്ളത്? ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ? ഇല്ല ഇല്ല, ഒരു കാര്യവുമില്ല, ഒരു ഉപകാരവുമില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ അത് നമ്മൾ നേരിടേണ്ട ആ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു മാറ്റവുമില്ല. ആ അദാബ് നമ്മൾ അനുഭവിക്കുക തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തേവലക്കരയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നരകത്തിന്റെ അഹ്ലുകാരെ അല്ലാഹു നരകത്തിലേക്ക് ഇടാൻ വേണ്ടി മലക്കുകളെ പറഞ്ഞയക്കുകയാ. ആ നരകത്തിന്റെ അഹ്ലുകാരെ നരകത്തെ കാണുമ്പോ യുബസ്സുറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഅവീഹി വമൻ ഫിൽ അർളി ജമീഅ വമൻ ഫിൽ അർളി ജമീഅ ثم ينجيه كلا إنها لظى نزاعة للشوى. ഇതൊക്കെ പടച്ച റബ്ബിന്റെ ഖുർആനാണ്. ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. അല്ലാഹു പറയുകയാ, നാളെ നരകത്തിന്റെ അഹ്ലുകാരായ ആളുകൾ തെമ്മാടികൾ പറയുമത്രേ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ വരുമ്പോ നരകത്തിൽ പലതരം ശിക്ഷകളാണ്. നരകത്തിൽ പല വിധത്തിലുള്ള ശിക്ഷകളാണ്. അതിലൊരു ശിക്ഷയുടെ പേരാണ് നൗജ്. അതിലൊരു ശിക്ഷയുടെ പേരാണ് നൗജ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദല്ലാഹും ജുലൂദൻ ഗൈറഹാ
ബദ്ദല്ലാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് എന്ന് പറഞ്ഞാൽ കോടിയുടെ തൊലി ഉരിയുന്നത് പോലെ മനുഷ്യന്റെ തൊലി ഉരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തൊലി കോടിയുടെ തൊലി ഉരിയുന്നത് പോലെ ഉരിച്ചിട്ട് കരയിലേക്ക് വെക്കുമത്രേ. ഇന്ന് നമ്മൾ ഹോട്ടലുകളിൽ കാണാറുണ്ടല്ലോ ചിക്കൻ ഷവായ് എന്ന് പറഞ്ഞാൽ കോടിയുടെ തൊലി ഉരിച്ചിട്ട് തീയിൽ വെച്ച് ചുട്ടെടുത്തത്. കല്ലാ ഇന്നഹാ ലളാ നസാഅത്തൽ ലിശ്ശവാ. ഷവാ എന്ന പദം ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നരകത്തിന്റെ അഹ്ലുകാരായ ആളുകളെ നവജെന്ന് പറയുന്ന ശിക്ഷ കോടിയുടെ തൊലി ഉരിയുന്നത് പോലെ മനുഷ്യന്റെ തൊലി അങ്ങ് ഉരിച്ചിട്ട് അല്ലാഹു കരയിലേക്ക് വെക്കുമത്രേ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തീർന്നില്ല സഹോദരങ്ങളെ. യൗമ യുസ്ഹബൂന ഫിന്നാർ യൗമ യുസ്ഹബൂന ഫിന്നാർ അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ എന്ന് മാത്രമല്ല അല്ലാഹു പറയുകയാ, ആ നരകത്തിന്റെ അഖിലുകാരായ തമ്മാടികളായ ആളുകളെ അല്ലാഹു തല കീഴായി നിർത്തിക്കൊണ്ട് ആ നരകത്തിന് മുകളിലൂടെ അല്ലാഹു തആല മലക്കുകളെ ഇവർക്ക് ശിക്ഷ കൊടുക്കാൻ, നരകത്തിന്റെ അഖിലുകാരായ തമ്മാടികൾക്ക് ശിക്ഷ കൊടുക്കാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ട് മലക്കുകളതാ തല കീഴായി നിർത്തിക്കൊണ്ട് ആ കത്തിക്കാളുന്ന നരകത്തിലൂടെ നമ്മളെ വലിച്ചെച്ച് കൊണ്ടുപോവുകയാ. യാ അല്ലാഹ്, എന്താണ് അവസ്ഥ പ്രിയപ്പെട്ടവര്? ആ സമയത്തുള്ള അവസ്ഥ വളരെ ഭയാനകരം തന്നെയാ. ഇങ്ങനെയൊക്കെ ശിക്ഷകൾ അനുഭവിക്കുമ്പോ ഈ ശിക്ഷകളൊക്കെ താങ്ങാൻ കഴിയാതെ വരുമ്പോ തെമ്മാടികളായ ആളുകൾ ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുമത്രേ, അള്ളാഹുവിനോട് പറയുമത്രേ, കത്തിക്കാളുന്ന നരകത്തിലെ ശിക്ഷകൾ അനുഭവിക്കാൻ കഴിയാതെ വരുമ്പോ ആ സമയത്ത് മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ, അള്ളാഹുവേ അള്ളാഹുവേ, ഈ നരകത്തിലെ ശിക്ഷ എത്ര ഭയാനകരമാണ് അല്ലാ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് ആ നരകത്തിന്റെ അഹ്ലുകാരായ ആളുകൾ പറയുമത്രേ. സൂറത്തുൽ മാരിജിലാണ് ഈ പറയുന്നത്, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. നാളെ നമ്മൾ നരകത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോ ആ സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ ചാരയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ ചാരത്തുണ്ട്, നമ്മുടെ അരുമക്കിടാങ്ങളായ മക്കൾ നമ്മുടെ ചാരത്തുണ്ട്. ആ സമയത്ത് നരകത്തിലെ ശിക്ഷകൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോ ആ സമയത്ത് നമ്മുടെ മക്കളെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ മക്കളുടെ കൈ പിടിച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് പറയുമത്രേ, എനിക്ക് പകരമായി എന്റെ മക്കളെ ഞാൻ ഈ നരകത്തിലേക്ക് ഇട്ടുതരാം. ആരാ പറയുന്നത്? സ്വന്തം ഉപ്പ സ്വന്തം മക്കളുടെ കൈ പിടിച്ചിട്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയുകയാ, ഇതൊന്നും വെറുതെയല്ല, ഇതൊക്കെ ഖുർആനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നരകത്തിന്റെ അഖിലുകാര് പറയുമത്രേ, അവർക്ക് നരകത്തിലെ ശിക്ഷകൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോ പ്രിയപ്പെട്ട മക്കളുടെ കൈ പിടിച്ചിട്ട് പറയുമത്രേ, അല്ലാഹുവേ, എന്റെ മക്കളെ ഞാൻ ഈ നരകത്തിലേക്ക് ഇട്ടുതരാം. അങ്ങനെയെങ്കിലും എന്നെ ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷിക്കുമോ നാഥാ എന്ന് മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമ്പോ ഇന്ന് നമ്മുടെ മക്കൾ നമ്മൾ സ്നേഹത്തോടെ വളരെയധികം ലാളിത്യത്തോടെ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ വളർത്തുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ഉപ്പ ഗൾഫിലേക്ക് പോകുമ്പോ ഇനി കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട ഉപ്പ തിരിച്ചു വരുന്നതെന്നറിയാ. എന്നാലും ഉപ്പ പോകണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളെ നാളെ നമ്മൾ നരകത്തിന്റെ ചാര വെച്ച് കാണുമ്പോ ആ സമയത്ത് അല്ലാഹുവിനോട് പറയും, എത്ര അല്ലാഹ് ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ.
എനിക്ക് പകരമായി മക്കളെ ഞാൻ നരകത്തിലേക്ക് ഇട്ടുതരാം. അങ്ങനെയെങ്കിലും നരകത്തിൽ നിന്നൊന്ന് നീ എന്നൊന്ന് രക്ഷിക്കുമോ തമ്പുരാനെ? മനുഷ്യൻ ചോദിക്കുകയാ. തീർന്നില്ല. അവന്റെ മക്കളെന്ന് മാത്രമല്ല, മക്കളെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവന്റെ ഉമ്മയെയും പറയുകയാണ്. എന്റെ ഉമ്മയെ ഞാൻ ഈ നരകത്തിലേക്ക് ഇട്ടുതരാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മ, ആ നാളെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, പരലോകത്ത് നിൽക്കുമ്പോ, അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവസാനമായ മനുഷ്യൻ കേണപേക്ഷിച്ചുകൊണ്ട് പറയുകയാണല്ലോ, എന്റെ ഉമ്മയെ ഞാനീ നരകത്തിലേക്ക് ഇട്ടുതരാ. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നരകത്തിന്റെ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷിക്കുമോ തമ്പുരാനെ? എന്റെ പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല. അവന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, അവന്റെ പ്രിയപ്പെട്ട ഭാര്യ, അതേപോലെ തന്നെ അവനോട് ബന്ധപ്പെട്ട എല്ലാവരും ആ സമയത്ത് അവന്റെ അരികിലുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോ പറയാ, അല്ലാ, എനിക്ക് പകരമായി ഇവരെ നരകത്തിലേക്ക് ഇട്ടുകൊള്ളൂ, അവരെ ശിക്ഷിച്ചോളൂ. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നരകത്തിൽ നിന്നൊന്ന് രക്ഷിക്കുമോ തമ്പുരാനെ എന്ന് മനുഷ്യൻ ആ സമയത്ത് നിലവിളിച്ച് പറയുമ്പോ, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നൊരു വാക്യമുണ്ട്. അല്ലാഹു മലക്കുകളോട് പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ ഇങ്ങനെ ഉമ്മയെ പകരം തരാം, ഉപ്പയെ പകരം തരാം, മക്കളെ നരകത്തിൽ എനിക്ക് പകരമായി തരാം എന്നൊക്കെ പറയുമ്പോ, ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുകയാ, ഖുദൂഹു ഫഗുല്ലൂഹു ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കൽപ്പന വരികയാ, ഖുദൂഹു ഫഗുല്ലൂഹു, ഖുദൂഹു പിടിക്കവനെ, ഫഗുല്ലൂഹു എന്നിട്ട് പിടിച്ചു കെട്ടവനെ, സുമ്മൽ ജഹീമ സല്ലൂഹു എന്നിട്ട് അവനെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക. ആരാ പറയുന്നത്? ആരാ? അല്ലാഹു പറയുകയാ. അവനെ പിടിച്ചു കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുക. അവനാരാണ്? അവനാരാണ് ഇങ്ങനെ പറയാൻ? അവന്റെ ഉമ്മയെ പകരം തരാമെന്നോ, മക്കളെ പകരം തരാമെന്നോ, ഭാര്യയെ പകരം തരാമെന്നോ, ഭർത്താവിനെ പകരം തരാമെന്നോ, കുടുംബക്കാരെ നരകത്തിലേക്ക് ഇട്ടുതന്ന് അവനെ രക്ഷിക്കാനാണോ അവൻ പറയുന്നത്? ഖുദൂഹു ഫഗുല്ലൂഹു. അവനെ പിടിച്ചിട്ട്, അവനെ പിടിച്ച് കെട്ടിയിട്ട് കത്തിക്കാളുന്ന നരകത്തിലേക്ക് അവനെ നിങ്ങൾ വലിച്ചെറിയണേ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ, ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ പകരം തരാം, ഉമ്മയെ പകരം തരാം എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖറാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് അവൻ മാത്രമാണ്. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് അവൻ മാത്രം. അതല്ലാതെ അവനോട് ബന്ധപ്പെട്ട ആളുകളെ നരകത്തിലേക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇല്ല സഹോദരാ, രക്ഷയില്ല എന്നു മാത്രമല്ല, അവസാനമതാ എങ്ങനെയാ നരകത്തിലേക്ക് ഇടുന്നതെന്നറിയുമോ? അല്ലാഹു അതാ നരകത്തിലേക്ക് നമ്മളെ ഇടാൻ പറയുമ്പോ എങ്ങനെയാ നരകത്തിലേക്ക് ഇടുന്നതെന്നറിയോ? യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം.
യുഅറഫുൽ മുജ്രിമൂൻ. നരകത്തിന്റെ അഹ്ലുകാരായ ആളുകളെ കാണുമ്പോ തന്നെ അല്ലാഹുക്കറിയാം ഇവൻ നരകത്തിലേക്കുള്ളവനാണെന്ന്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവനെ പിടിച്ചിട്ട് അവന്റെ രണ്ട് കൈകാലുകൾ അങ്ങ് പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് നരകത്തിലേക്ക് ഇടാൻ പറയുന്നതിന്റെ രൂപമാ. അവന്റെ രണ്ട് കൈകാലുകൾ പിടിച്ചു കെട്ടിയിട്ട് നല്ല ഉണക്ക ചുള്ളിവറ കൊടിക്കുന്നത് പോലെ അവന്റെ കൈകാലുകൾ അങ്ങൊടിച്ചിട്ട് ഒരൊറ്റ വലിച്ചെറിയലാണ്. സുമ്മൽ ജഹീമ സല്ലൂ. കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഒരൊറ്റ വലിച്ചെറിയലോ. ആ സമയത്ത് രക്ഷപ്പെടാൻ കഴിയൂല, രക്ഷപ്പെടാൻ സാധിക്കില്ല. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതവൻ മാത്രമാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കത്തിക്കാളുന്ന നരകം വല്ലാത്ത ഭയാനകരം തന്നെയാ. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമുക്കൊക്കെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, തഖ്വ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലാണല്ലോ തഖ്വ വേണ്ടത്. കുറെ പുറം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ. കലർപ്പെന്നു കണ്ടാൽ മുഴുവനും നഷ്ടത്തിലാ. റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ. കലർപ്പെന്നു കണ്ടാൽ മുഴുവനും നഷ്ടത്തിലാ. മോനെ, അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഹബീബായ നബി തങ്ങൾ പറയുകയാ, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്ക്, നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. അതല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ വയുശീറു ഇലാ സദ്രിഹി സലാസ മർവാത്ത്. തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ തന്റെ ഹൃദയത്തിലേക്ക് 3 തവണ വിരൽ ചൂണ്ടുകയാണ്. നമ്മൾ പുറത്തെത്ര അടിപൊളിയായി നടന്നാലും, എത്ര നല്ല ആഡംബരത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്നാലും അല്ലാഹു നോക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയം ശുദ്ധമാണോ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ലെങ്കിലോ നാളെ അല്ലാഹുവിന്റെ ശിക്ഷക്ക് നമ്മൾ വിധേയരാകുന്നതാണ്, യാതൊരു സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടം നമുക്കറിയാമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയതാണ് 5 വക്ത് നിസ്കാരം. 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരത്തിൽ നിന്ന് എത്രയെത്ര ആളുകളാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ആ 5 വക്ത് നിസ്കാരത്തെ മനഃപൂർവ്വം പാഴാക്കി കളയുന്ന, ആ നിസ്കാരത്തെ നിസ്സാരമാക്കി കാണുന്ന എത്രയെത്ര ആളുകളാണ് ഈ ആധുനിക കാലഘട്ടത്തിലുള്ളത്. അല്ലേ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടം നമുക്കറിയാമല്ലോ. ഇന്ന് നമുക്ക് നിസ്കാരത്തൊരു ഗൗരവമില്ലാതെയായി, നിസ്കാരത്തൊരു നിസ്സാരമായി നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ നിസ്കാരത്തിന്റെ ഗൗരവം? ഇതിന്റെ ഗൗരവം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൻ തറക സ്വലാത്ത മുതഅമ്മിദ ഫഖദ് കഫറ ജിഹാറ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഉറക്കെ സ്വലാത്ത് ചൊല്ലും. ഇത് സ്വലാത്തിന്റെ സദസ്സാണ്. സ്വലാത്ത് ഉറക്കെ മുടങ്ങട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഫനസിയ ത്വരീഖൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി മറന്നുപോയവനാണ്. അതുകൊണ്ട്
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് നമ്മൾ ഉറക്കെ ചൊല്ലുക. എല്ലാവരും അതുകൊണ്ട് സ്വലാത്ത് ഉറക്കെ മുടങ്ങട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ സ്വലാത്തുകളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സമയത്ത് തന്നെ എത്തിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന നിസ്കാരത്തിന്റെ കാര്യമാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൻ തറക സ്വലാത മുതഅമ്മിദാ ഫഖദ് കഫറ ജിഹാറാ. ആരെങ്കിലും നിസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ ജിഹാറാ, അവൻ പച്ചക്ക് കാഫിറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഈ ജാബിറിന്റെ വാക്കുകളല്ല, ഇത് ഹബീബായ നബിയുടെ അധ്യാപനമാ. ഇതിനർത്ഥം നിങ്ങളാരും നിസ്കരിക്കാത്തവരാണ് എന്നല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലെ എല്ലാവിധ തെമ്മാടിത്തരങ്ങളും മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതിന്റെ ഗൗരവം പഠിപ്പിക്കുകയാ. മൻ തറക സ്വലാത മുതഅമ്മിദാ ഫഖദ് കഫറ ജിഹാറാ. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കാഫിറാണെന്ന് മാത്രമല്ല, യമൂതു ദലീലാ, അവരെ നീചരായി ചത്തുപോകുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയതുപോലെയല്ല, നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല നിസ്കാരത്തിന്റെ ഗൗരവം. ആ നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ശിക്ഷ വളരെ വലുതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ അവസാനം മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണത്തിന് ശേഷമല്ലേ? മരണാനന്തര ജീവിതമല്ലേ സന്തോഷത്തിലാകേണ്ടത്? അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത്? ഈ ദുനിയാവിൽ എന്തുണ്ടായിട്ട് കാര്യമെന്ത്? ഈ ദുനിയാവിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമെന്ത്? അവസാനം മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണ്ടേ സഹോദരാ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര്, യമൂതു ദലീലാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കാഫിറാണെന്ന് മാത്രമല്ല, അവർ മരിക്കുമ്പോ നീചരായി അവർ ചത്തുപോകുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, യമൂതു ജാഇആ, അവർ കഠോരമായ വിശപ്പ് സഹിച്ചുകൊണ്ട് സമുദ്രത്തിലുള്ള വെള്ളം കുടിച്ചാലും അവരുടെ വിശപ്പ് തീരുകയില്ല. അത്രയും വലിയ വിശപ്പ് സഹിച്ചിട്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് ചത്തുപോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇത് അല്ലാഹു മരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യനിക്ക് അല്ലാഹു മരിക്കുമ്പോൾ കൊടുക്കുന്ന ശിക്ഷയാണിത്. അവർക്ക് അല്ലാഹു വല്ലാത്ത കഠിന വിശപ്പ് കൊടുത്തുകൊണ്ട് അവരെ അല്ലാഹു കാഫിറായി കൊണ്ട് മരിപ്പിക്കുന്നതാണ് ഈ ദുനിയാവിൽ നിന്ന്. ഇനി അവരെ ഖബറിലേക്ക് അങ്ങ് വെച്ചാലോ, അവരെ ഖബറിലേക്ക് വെച്ചാൽ അവസ്ഥ എന്താണ്? ചിതലും പൊഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ഖബറിന്റെ ആഴം സ്നേഹിത നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പെരും കല്ല് മുകളിൽ വെച്ച് മിൻഹാത്തോട്ട് ഓതിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട്. പല്ലിൻ്റെ മുകളിൽ തോലളിഞ്ഞാൽ പിന്നെ ചിരിക്കുന്ന പല്ലിളിച്ച കിടത്തം തന്നെ. എന്റെ പ്രിയമുള്ളവരെ, ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ, നിസ്കാരം ഉപേക്ഷിച്ചൊരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യുളയ്യഖു അലൈഹിൽ ഖബ്റു, യുളയ്യഖു അലൈഹിൽ ഖബ്റു. അവരുടെ മേൽ ഖബറൊറ്റ ഞെരുക്കമാണ്, ഖബറൊറ്റ ഞെരുക്കമാണ്. ഖബറങ്ങ് ഞെരുക്കുമ്പോ യാ അല്ലാഹ്, ഖബറങ്ങ് ഞെരുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലുകൾ പൊട്ടുകയാ, അസ്ഥികൾ തരിപ്പണമാവുകയാ, തലച്ചോറ് പുറത്തേക്ക് വരികയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലച്ചോറ് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ എല്ലുകൾ, വാരി എല്ലുകളെല്ലാം തകർന്ന് തരിപ്പണമാവുകയാ. അസ്ഥികൾ പൊട്ടുമ്പോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യൂഖദു അലൈഹിൽ ഖബ്റു നാറാ, യൂഖദു അലൈഹിൽ ഖബ്റു നാറാ. ആ ഖബർ മുഴുവൻ അല്ലാഹു തആല നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യന്റെ കാര്യമായി പറയുന്നത്. ആ ഖബറിൽ അല്ലാഹു തആല, ആ ഖബറിൽ അല്ലാഹു തീ നിറക്കുകയാ. ആ ഖബർ മുഴുവൻ അല്ലാഹു തീ കൊണ്ട് നിറച്ചിട്ട്, ആ ഖബർ മുഴുവൻ അല്ലാഹു തീ കൊണ്ട് നിറച്ചിട്ട് നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യന്റെ, നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ച മനുഷ്യന്റെ ഈ ദുനിയാവിൽ അല്ലാഹു ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും നിസ്കാരം ഉപേക്ഷിച്ച് കള്ള് കുടിച്ച് കൂത്താടി പെണ്ണ് പിടിച്ച് വ്യഭിചരിച്ച് നടന്നവൻ അവനെ നാളെ ഖബറിൽ വെച്ചാൽ ഖബറങ്ങ് ഞെരുക്കുമെന്ന് മാത്രമല്ല, അതാ യൂഖദു അലൈഹിൽ ഖബ്റു നാറാ, യൂഖദു അലൈഹിൽ ഖബ്റു നാറാ. ആ ഖബർ മുഴുവൻ അല്ലാഹു തീ കൊണ്ട് നിറച്ചിട്ട് അതാ നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യന്റെ മയ്യത്ത് ആ തീയിലിട്ട് കൊണ്ട് അല്ലാഹു കരിച്ചു കളയുകയാ, അല്ലാഹു കരിച്ചു കളയുകയാ, അല്ലാഹു കരിച്ചു കളയുകയാ. ഇല്ല മോനെ, രക്ഷപ്പെടാൻ സാധ്യമല്ല. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പ്രിയപ്പെട്ടവരെ, തെമ്മാടികളായ ആളുകളുടെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ ആ സമയത്തതാ പാമ്പുകളും തേളുകളും അതുപോലെ തന്നെ വിഷസർപ്പങ്ങളും എല്ലാം വരികയാ, നമ്മൾ ആക്രമിക്കുകയാ, നമ്മൾ ആക്രമിക്കുകയാ. ഇല്ല ഇല്ല, ആ സമയത്ത് ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ആരാരുമില്ലാത്ത ആറടി മണ്ണിൽ ഏകനായി കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു
അല്ലാഹു ചോദിക്കുകയാ, എടാ മനുഷ്യ, നിനക്ക് ഞാൻ ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ട് ആ സൗകര്യങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ നീ ശുക്ർ ചെയ്യാതെ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ഹറാമായ വഴിയിലൂടെ നീ നടന്നില്ലേ? ഈ സമയത്ത് നീ ഇനി ചിന്തിച്ചിട്ടൊരു കാര്യവുമില്ല. ഇനി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ടതാ അള്ളാഹുവിന്റെ അദാബ്, ഒരു അദാബിന് പുറമെ മറ്റൊന്നെന്ന നിലയിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാ, ശിക്ഷകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബർ ജീവിതം വല്ലാത്ത ഭയാനകരം തന്നെയാ. നരകത്തിലെ ശിക്ഷകൾ അതിനേക്കാൾ ഭയാനകമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയുസ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാ. അതുകൊണ്ട് പടച്ചിറപ്പ് തന്ന ഈ ആയുസിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ഇബാദത്തുകൾ എടുത്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് കഴിയണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അവസാനിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം വല്ലാതെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വല്ലാതെ വഴിപിടിച്ചു കൊണ്ടിരിക്കുന്ന സമയമാ. ഇന്ന് നമ്മുടെ മക്കൾ വല്ലാതെ പൈശാചിക ദുർബോധനത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാ. നമ്മുടെ മക്കളെ ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ പിന്നെ നാളെ വലുതാകുമ്പോ, അവർ വിവാഹം കഴിച്ച് അവർക്ക് ഭാര്യയെ കിട്ടുമ്പോ അവർക്ക് ഉമ്മയെ വേണ്ടാതാകുന്നതാ. അവർക്ക് ഉപ്പയെ വേണ്ട, പിന്നെ ഉമ്മയെ വേണ്ട. ഉമ്മയെ കണ്ടാൽ തിരിച്ചറിയാതെയായി, ഉപ്പയെ കണ്ടാൽ അറിയാതെയായി. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ മക്കള് വലിയ തമ്മാടിത്തരത്തിലേക്കാണ് എത്തുക. സഹോദരങ്ങളെ, നമ്മുടെ മക്കളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാകാം, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടാകാം. വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിക്കണം നല്ലതിന് മാത്രം. വാട്സപ്പ് ദഅവത്തിന് മാധ്യമമാകണം, വെറുമൊരു വിനോദം അതിനെ നാം ഒഴിവാക്കണം. വാട്സപ്പ് ദഅവത്തിന് മാധ്യമമാകണം, വെറുമൊരു വിനോദം അതിനെ നാം ഒഴിവാക്കണം. എന്തിന് വിലപിടിപ്പുള്ള സമയം കളയണം, അത് വലിയ നഷ്ടം തന്നെയാണെന്നറിയണം. വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിക്കണം, അതെല്ലാം ദഅവത്തിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇന്നത്ര എത്ര മക്കളാണ് നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി സമയം കളയുന്ന എത്ര മക്കളാണ് ഈ ആധുനിക കാലഘട്ടത്തിലുള്ളത്? ഇന്ന് നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത് സീരിയലാണ്, സിനിമയാണ്, സിനിമ പാട്ടുകളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തന്നെ പൈശാചിക ദുർബോധനത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാവുക? അതുകൊണ്ട് എല്ലാവിധ തമ്മാടിത്തരങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് സിനിമാ നടന്മാരെയും സിനിമാ നടികളെയും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാര്, സഹോദരിമാര്, അവരൊക്കെ റോൾ മോഡലാക്കുന്നത് സിനിമാ നടന്മാരെയല്ലേ, സിനിമാ നടികളെയല്ലേ? നമ്മുടെ റോൾ മോഡൽ ആരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ? ആ ഹബീബായ നബി തങ്ങളെയല്ലയോ നമ്മൾ പിൻപറ്റേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഹബീബായ നബി തങ്ങൾ കാണിച്ചു തന്ന, ആ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ മൗലിദും അതുപോലെ തന്നെ സൂറത്ത് യാസീൻ പാരായണം അധികരിപ്പിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിഅ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. സൂറത്തുൽ വാഖിഅ, സൂറത്ത് യാസീൻ, ഇതിന്റെയൊക്കെ മഹത്വം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതിയെന്നാ മൊഴി. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതിയെന്നാ മൊഴി. ഹൃദയത്തിന് സമാധാനമുണ്ടാകണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണോ? കടങ്ങൾ മാറണോ? മനസ്സിന് സമാധാനം കിട്ടണോ? എല്ലാം മാറിയിട്ട് മനസ്സിന് സന്തോഷം കിട്ടണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതിയെന്ന മൊഴി. സൂറത്ത് യാസീൻ നമ്മുടെ ഹൃദയത്തിൽ ടെൻഷൻ വരുമ്പോ സൂറത്ത് യാസീൻ ഓതുക. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് സമാധാനം തരുന്നതാ. ഇഖ്ലാസോടുകൂടെ ഓതണം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല മൗലിദ് ഓതുക. മൗലിദ് എന്ന് പറയുന്നത് കേവലം റബീഉൽ അവ്വലിലും അതുപോലെ തന്നെ റബീഉൽ ആഖിറിലും മാത്രമല്ല, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ.